നമസ്കാരം. ശശി തരൂരിൻ്റെ വിവാദ ലേഖനത്തെ തുടർന്നുണ്ടായ കോലാഹലങ്ങൾ അവസാനിക്കുന്നില്ലല്ലോ കോൺഗ്രസിൽ. കോൺഗ്രസ് നേതാക്കൾ തരൂരിനെതിരെ ആഞ്ഞടിക്കുന്നത് തുടരുകയാണ്. പാർട്ടി നയം തള്ളി എല്ലാ കാര്യത്തിലും നേതാക്കൾക്ക് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയാനാകില്ല എന്നും തരൂർ പാർട്ടിക്ക് വിധേയനാകണമെന്നും കോൺഗ്രസിൻ്റെ നേതാവ് മുരളീധരൻ തുറന്നടിച്ചു. തരൂരിൻ്റെ നടപടി അച്ചടക്ക ലംഘനമാണ് എന്നും ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കണമെന്നും 4 തവണ ജയിപ്പിച്ച പാവപ്പെട്ട പാർട്ടി പ്രവർത്തകരെ തരൂർ മറക്കുന്നുവെന്നും മുരളീധരൻ വിമർശിക്കുന്നുണ്ട്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗത്വം പാർട്ടിയെ വിമർശിക്കുവാനുള്ള ആയുധമാക്കരുത് എന്നുകൂടി മുരളീധരൻ പ്രതികരിക്കുകയാണ് തരൂരിനെതിരെ. തരൂർ ചെയ്തത് ശരിയായ നടപടിയല്ല എന്നും പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ഈ രീതിയിൽ ചിന്തിക്കാൻ പാടില്ലായിരുന്നുവെന്നും മുരളീധരൻ പറയുന്നു. തരൂർ ചെയ്തത് ഒരിക്കലും ന്യായീകരണമില്ലാത്ത നടപടിയാണ്. എല്ലാ കാര്യങ്ങളിലും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ല പാർട്ടിക്കുള്ളിൽ എന്നുകൂടി മനസ്സിലാക്കേണ്ടതാണ്. പലർക്കും വ്യക്തിപരമായിട്ടുള്ള പല അഭിപ്രായങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. പക്ഷേ പാർട്ടിയുടെ അഭിപ്രായങ്ങൾക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തി, ജനപ്രതിനിധിയായിട്ടുള്ള വ്യക്തി ഈ രീതിയിൽ ചിന്തിക്കാൻ പാടില്ലായിരുന്നു എന്നുകൂടി കോൺഗ്രസിൻ്റെ പല നേതാക്കളും ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ശശി തരൂർ വർണ്ണിച്ചിട്ടുള്ളത് പി രാജീവിൻ്റെ PR വർക്കിനെയാണ്. ശശി തരൂർ ഇവിടെ 4 തവണ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി രാപ്പകൽ പണിയെടുത്ത പാർട്ടി പ്രവർത്തകർ ഇവിടെ ഇപ്പോഴുമുണ്ട്. ആ പ്രവർത്തകർക്ക് പഞ്ചായത്തിൽ ജയിക്കുവാനുള്ള അവസരമാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയപ്പെടുന്നത്. അത് അദ്ദേഹം ഓർക്കേണ്ടതല്ലേ? അത് ഒരു ലേഖനം കൊണ്ട് ഇല്ലാതാക്കാനാണോ ഈ ഒരു ശ്രമം എന്നുകൂടി മുരളീധരൻ അടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകർ ചോദിക്കുന്നു. അതേസമയം ശശി തരൂരിനെ രൂക്ഷമായിട്ട് വിമർശിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ മുഖപത്രം വീക്ഷണം പുറത്തിറങ്ങിയിരിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDFിൻ്റെ വിജയപ്രതീക്ഷയെ കുരുതി കൊടുക്കരുത് എന്നും വെളുപ്പാങ്കാലം മുതൽ വെള്ളം കോരിയിട്ട് സന്ധ്യയ്ക്ക് കുടമുടയ്ക്കുന്നത് പരിഹാസ്യമാണ് എന്നും മുഖപ്രസംഗത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട്. വ്യവസായങ്ങളെ വെള്ളപുതച്ചവർക്ക് ശുദ്ധിപത്രം നൽകുന്നത് ആരാച്ചാർക്ക് അഹിംസാ അവാർഡ് നൽകുന്നത് പോലെയാണ് എന്നാണ് വീക്ഷണം ലേഖനത്തിൽ കൃത്യമായി ശശി തരൂരിനെ വിമർശിക്കുന്നത്. അതേസമയം പാർട്ടിയെ വെല്ലുവിളിക്കുന്ന ശശി തരൂരിനുള്ള നേതൃത്വത്തിൻ്റെ നിലപാടിൽ സംസ്ഥാന കോൺഗ്രസിൽ തന്നെ ഭിന്നത ഇപ്പോൾ തന്നെ രൂക്ഷമാണ് എന്നുള്ളതാണ്. കാരണം ഈ തരൂരിനെക്കുറിച്ച് വിമർശിച്ച് മുഖപത്രം വീക്ഷണം ഇന്ന് രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDFിൻ്റെ വിജയപ്രതീക്ഷയെ കുരുതി കൊടുക്കരുത് എന്നുള്ള മുഖപ്രസംഗത്തിൽ പറയുമ്പോഴും, അതായത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ വെളുപ്പാങ്കാലം മുതൽ ഇങ്ങനെ വെള്ളം കോരിയിട്ട് സന്ധിക്ക് ഉടയ്ക്കുന്ന തരത്തിലേക്കുള്ള ഒരു പരിഹാസ്യം ആണ് ഇത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. സർക്കാർ വിരുദ്ധ വികാരം ആളിപ്പടരുമ്പോൾ അതിന് ഊർജം പകരേണ്ടവർ തന്നെ അത് അണയ്ക്കാൻ വെള്ളമൊഴിക്കരുത് എന്നുകൂടി വീക്ഷണം വളരെ കൃത്യമായി ശശി തരൂരിൻ്റെ ലേഖനത്തെ വിമർശിക്കുന്നുമുണ്ട്. LDF സർക്കാരിനെതിരെ പൊരുതുന്ന കോൺഗ്രസിനെ മുണ്ടിൽ പിടിച്ചു പുറകോട്ട് വലിക്കുന്ന രീതി ആത്മഹത്യാപരമാണ് എന്നും വീക്ഷണം തരൂരിനെ ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയ മോദിയെ പ്രശംസിച്ചതിനെയും വീക്ഷണം നിശിതമായി വിമർശിച്ചു. ഇവിടെ കേരളമെന്ന് പറയപ്പെടുന്നൊരു വികസന സൗഹൃദ സംസ്ഥാനമെന്ന ലേഖനത്തിൽ മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിൻ്റെ പ്രതികരണത്തിലുമൊക്കെയാണ് ഈ വിമർശനങ്ങൾ ഇപ്പോൾ വളരെ കൃത്യമായി ശശി തരൂരിന് ലഭിച്ചിരിക്കുന്നത്. ആരാച്ചാർക്ക് അഹിംസാ അവാർഡ് പോലെ എന്ന തലക്കെട്ടോടെയാണ് മുഖപ്രസംഗം ആരംഭിക്കുന്നത് തന്നെ. ശശി തരൂരിൻ്റെ നിലപാട് വികലമായ രാഷ്ട്രീയ രീതിയാണ് എന്നും രാവിലെ മുതൽ ഇങ്ങനെ ശശി തരൂർ അനാവശ്യമായുള്ള വിവാദം സൃഷ്ടിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ വിജയപ്രതീക്ഷയെ കുരുതി കൊടുക്കുകയാണ് എന്നുകൂടി മുഖപ്രസംഗം പറയുമ്പോൾ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാ സാഹചര്യങ്ങളും LDFിന് എതിരായിരിക്കെ UDF പരാജയപ്പെട്ടാൽ വലിയ തിരിച്ചടി തന്നെയാകും ഉണ്ടാവുക എന്നുള്ള കാര്യത്തിലും സംശയമില്ല. കാരണം സർക്കാർ വിരുദ്ധ വികാരത്തെ ഇപ്പോൾ ആളിക്കത്തിക്കേണ്ട ഒരു സമയമാണ്. അതിന് ഊർജ്ജം പകരേണ്ടവരാണ് UDFുകാർ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ എന്ന് പറയപ്പെടുന്നത്. അവർ തന്നെ അതിനെ വെള്ളമൊഴിച്ച് കെടുത്തുന്ന ഒരു സമീപനം വികലമായിട്ടുള്ള രാഷ്ട്രീയ രീതിയാണ് എന്ന് തന്നെ പറയാതിരിക്കുവാനും കഴിയില്ല എന്ന് വീക്ഷണത്തിലെ മുഖപ്രസംഗം എടുത്ത് സൂചിപ്പിക്കുന്നു. LDFിൻ്റെ ഭരണക്കെടുതികൾക്കെതിരെ പോരാടുന്ന കോൺഗ്രസിനെ മുന്നിൽ പിടിച്ച് പുറകോട്ട് വലിക്കുന്നത് ആത്മഹത്യാപരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നും ഈ മോദിയുടെ അമേരിക്കൻ സന്ദർശനമടക്കം ഇതിനിടെ വിവിധ കരാറുകളിൽ ഉറപ്പ് നേടിയതും മഹത്തായ കാര്യമല്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് ആ മുഖപ്രസംഗം. കർക്കിടക സന്ധ്യയ്ക്ക് രാമസ്തുതി ചൊല്ലേണ്ടടുത്ത് രാവണസ്തുതികൾ ഉരുവിടുന്നത് വിശ്വാസഭ്രംശവും ആചാരവിരുദ്ധവുമാണ് എന്നുകൂടി വീക്ഷണം കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ ഇവിടെ കേരളത്തിൽ ചേഞ്ചിങ് കേരള ലംബറിംഗ് ജംബോ ടു എ ലൈറ്റ് ടൈഗർ എന്ന തലക്കെട്ടിൽ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന ശശി തരൂരിൻ്റെ ലേഖനം, ആ ലേഖനമാണ് ഇരു മുന്നണികൾക്കുമിടയിൽ തർക്കങ്ങൾക്ക് ഇപ്പോൾ കാരണമായി നിൽക്കുന്നത്. അതായത് ഈ സ്റ്റാർട്ടപ്പ് രംഗത്ത് കേരളം നേടിയ കുതിച്ചുചാട്ടം,
നൂലാമാലകളിൽ കുരുങ്ങിക്കിടക്കാത്ത നിക്ഷേപ സൗഹൃദ സാഹചര്യം എന്നിവയെല്ലാമാണ് തരൂർ ആ ലേഖനത്തിൽ എടുത്തു പറഞ്ഞത് എന്നുള്ളതാണ്. തരൂർ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ ശരി ഉണ്ടായിരിക്കാം, ഇല്ല എന്നുള്ളതല്ല. പക്ഷേ അത് ഒരു കോൺഗ്രസ്സുകാരനായി, ഒരു പ്രതിപക്ഷ നേതാവായി, AICCയുടെ തലപ്പത്തൊക്കെ നിൽക്കുന്ന ഒരു നേതാവിന് ഇങ്ങനെ പറയാൻ കൊള്ളാമോ എന്ന് ചോദിക്കുന്ന കോൺഗ്രസ്സുകാരൻ്റെ വികാരത്തെ മാനിക്കേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യം മറ്റുള്ളവർ മനസ്സിലാക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ചെയ്തതുപോലെ ശശി തരൂർ തൻ്റെ രാഷ്ട്രീയമൊക്കെ അവസാനിപ്പിച്ച് അദ്ദേഹം മടങ്ങുകയാണ്. ഇനിയൊരു അംഗത്തിന് എന്തായാലും തിരുവനന്തപുരം പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിക്കാനെത്തില്ല. പകരം അദ്ദേഹം ഈ കേരളം വിടുകയാണ്, അല്ലെങ്കിൽ ഇന്ത്യ തന്നെ വിടുകയാണ്. അദ്ദേഹം മറ്റ് പല രാജ്യങ്ങളിലേക്ക് ചേക്കേറുവാനുള്ള തത്രപ്പാടിലുമാണ്. ഇപ്പോൾ ഈ ശശി തരൂരിൻ്റെ വിവാദം കോൺഗ്രസിനകത്ത് തന്നെ ഭിന്നത രൂക്ഷമാക്കിയിരിക്കുന്നു. പല നേതാക്കളും ശശി തരൂരിന് പിന്തുണ പ്രഖ്യാപിച്ചെത്തിയിട്ടുണ്ട്. അതിൽ ജി കാർത്തികേയൻ്റെ മകൻ ശബരിനാഥൻ, മുൻ MLA കൂടിയായുള്ള ശബരിനാഥൻ, അദ്ദേഹത്തിന് ഇതേപോലെ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ, അതായത് ശശി തരൂർ പറഞ്ഞ വാദഗതികളിൽ തെറ്റുണ്ടോ, അത് അങ്ങനെ പറഞ്ഞാൽ എന്താണ് കുഴപ്പമെന്നടക്കമുള്ള കാര്യങ്ങൾ ശബരിനാഥൻ പറയുന്നുണ്ട്. ഇനി ശബരിനാഥനെ പോലെ തന്നെ മറ്റു ചില കോൺഗ്രസ് നേതാക്കൾ കൂടി ഇദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ ഈ പറയുന്നവരിൽ ചിലരൊക്കെ, ഇപ്പോൾ ശശി തരൂരാവട്ടെ, ചിലപ്പോൾ മുൻപൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, കുറച്ച് നാളുകൾക്ക് മുമ്പ്, അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ശബരിനാഥൻ BJPയിലേക്ക് ചേക്കേറാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. ഒപ്പം തന്നെ ശശി തരൂരും BJPയിലേക്ക് പോകാൻ പോകുന്നു എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ കോൺഗ്രസിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ചില സമീപനങ്ങൾ സ്വീകരിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇതാ ഇപ്പോൾ ചില രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. അതിലൊന്ന് ശശി തരൂരിൻ്റെ തന്നെയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും ഒപ്പം തന്നെ BJP സർക്കാരിൻ്റെയും പിന്തുണ ശശി തരൂരിന് ആവശ്യമാണ്. UN സെക്രട്ടറി ജനറൽ പദത്തിലേക്ക് അദ്ദേഹത്തിന് മത്സരിക്കേണ്ടതുണ്ട് എന്നുള്ള അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മത്സര സാധ്യതയിലേക്ക് അദ്ദേഹം പോകുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് നരേന്ദ്രമോദിയുടെയും ഒപ്പം തന്നെ BJP സർക്കാരിൻ്റെയും പിന്തുണ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹം അങ്ങനെ ഒരു നയമാറ്റം ഉണ്ടായിരിക്കുന്നത്. ആ നയമാറ്റത്തിലൂടെ മുമ്പോട്ട് പോകാൻ തന്നെയാണ് അദ്ദേഹം തീരുമാനിക്കുന്നത്. ഇവിടെ മറ്റൊന്ന് ശബരിനാഥനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ശബരിനാഥനും ഈ പറയുന്നതുപോലെ തിരുവനന്തപുരം പഴയ വെസ്റ്റ് മണ്ഡലം, അതായത് ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം മണ്ഡലം എന്ന് പറയപ്പെടുന്ന മണ്ഡലത്തിൽ മത്സരിക്കാൻ കോപ്പ് കൂട്ടുകയായിരുന്നു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ്സിലെ ചില മുടിചൂടാൻ മന്നന്മാർ തിരുവനന്തപുരം സീറ്റിനെ CMPയുടെ സ്ഥാനാർത്ഥി CP ജോണിന് നൽകി പകരം ശബരിനാഥനെ വെട്ടാനുള്ള ഒരു പരിപാടി അവിടെ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ശബരിനാഥന് മുൻപ് തന്നെ DCC പ്രസിഡന്റ് പദം നൽകാം എന്നുള്ള ചില മോഹന വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിപ്പിക്കുവാം എന്നുള്ള മോഹന വാഗ്ദാനം ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും നടക്കാതെ വരുന്ന സാഹചര്യത്തിൽ ചില തീരുമാനങ്ങൾ ശശി തരൂർ കൈക്കൊള്ളുന്നത് പോലെ തന്നെ നിലപാടുകളിൽ ചെറിയൊരു മാറ്റം ചിലപ്പോൾ ശബരിനാഥനും ഉണ്ടായേക്കാം. അങ്ങനെയാണെങ്കിൽ മുൻപ് പറഞ്ഞതുപോലെ ശബരിനാഥൻ BJPയുടെ കളത്തിലേക്ക് പോവുകയോ അല്ലെങ്കിൽ BJPയുടെ ലാവണത്തിലേക്ക് എത്തുകയോ ചെയ്താൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം ഇനിയുള്ള കാലം, ഞാൻ ഒരിക്കൽ മറ്റൊരു വാർത്തയിൽ പറഞ്ഞ പോലെ ഒരു 20 വർഷക്കാലത്തേക്ക് നോക്കണ്ട, തിരിഞ്ഞു നോക്കണ്ട, ഇന്ത്യ ഭരിക്കുന്നത് BJP തന്നെയായിരിക്കും. അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ശബരിനാഥനെ പോലുള്ള യുവാക്കൾക്കൊക്കെ ചിലപ്പോൾ കോൺഗ്രസിൽ നിന്നും മാറി BJPയിലേക്ക് പോകുവാനുള്ള സാധ്യതയെ തള്ളിക്കളയാനും കഴിയില്ല. അവരുടെ കരിയർ അവർക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇതിൽ നിന്നും മാറി ഈ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന അടഞ്ഞുപോയ ഒരു അധ്യായമായി മാറുന്ന കോൺഗ്രസിൽ നിന്നും ഇപ്പോൾ ഉദിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന BJPയിലേക്ക് പോകുവാൻ ചിലപ്പോൾ ഒരു ആവേശം തോന്നിയേക്കാം. അങ്ങനെയാണെങ്കിൽ ശബരിനാഥനും ശശി തരൂരുമൊക്കെ BJPയുടെ പാളയത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കൂടാതെ അവരോടൊപ്പം പോകാൻ ഒട്ടനവധി കോൺഗ്രസിലെ നേതാക്കളും തയ്യാറെടുക്കുകയാണ്.